നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്ലാന്റ്സ് ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസ് പ്രകാരം ഓക്സിജൻ റിലീസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നുവെന്ന്. എന്നാൽ ചില പ്ലാന്റ്സ് രാത്രികാലങ്ങളിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെടികൾ സൺലൈറ്റ് ഇല്ലാത്ത സമയത്തും എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. നൈറ്റ് ടൈമിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന കുറച്ച് ചെടികളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ചില ഇൻഡോർ പ്ലാന്റ്സ് മാത്രം രാത്രികാലങ്ങളിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം ഘടന. ഈ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നു. ഇലകളുടെ മേലുള്ള ചെറിയ ഓപ്പണിങ്സാണ് സ്റ്റൊമാറ്റ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് സ്റ്റൊമാറ്റ സഹായിക്കുന്നു. ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പണായിട്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യുന്നു. ലൈറ്റ് ഇല്ലാത്ത നൈറ്റിൽ സ്റ്റൊമാറ്റോ ക്ലോസ് ആയിട്ട് ഓക്സിജൻ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഈ ഓക്സിജനാണ് പ്ലാന്റ്സ് അതിൻ്റെ ചുറ്റുപാടും പുറന്തള്ളുന്നത്. പോത്തോസ് നല്ലൊരു എയർ പ്യൂരിഫയറാണ്. അതുപോലെ തന്നെ ഈ മണി പ്ലാന്റിന് നൈറ്റിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ലീവ്സുള്ള പോത്തോസിന് ലോ ലൈറ്റ് കണ്ടീഷൻസ് ടോളറേറ്റ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ റാങ്കിങ്ങിൽ ഒന്നാമതാണ് സ്നേക്ക് പ്ലാന്റ്. ലോ ലൈറ്റ് കണ്ടീഷനിലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കഴിവ് സ്നേക്ക് പ്ലാന്റിനുണ്ട്. സ്നേക്ക് പ്ലാന്റ് റൂമിലെ എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡ് അബ്സോർബ് ചെയ്തിട്ട് റൂം എയർ ക്ലീനറാക്കുന്നു. അത് കാരണം അലവേര ഗോഡ് ഓഫ് പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം മെഡിസിനൽ ബെനിഫിറ്റുള്ള ഈ പ്ലാന്റ് എയറിൽ നിന്നും പൊല്യൂഷൻ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പകൽ സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും അലോവേര ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. രാത്രി കാലങ്ങളിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പീസ് ലിലി നമ്മുടെ ബെഡ്റൂമിൽ വച്ചു കഴിഞ്ഞാൽ ബെഡ്റൂം ഫ്രഷ് എയർ കൊണ്ട് നിറയാനായിട്ട് സഹായിക്കുന്നു. ഇൻസോംനിയ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ പ്ലാന്റ് വളരെ ബെനിഫിഷ്യലാണ്. വാസ്തുശാസ്ത്രപ്രകാരം ഈ പ്ലാന്റ് വീട്ടിലൊരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. തുളസിച്ചെടിയുടെ ഇലകളിൽ നിന്ന് വരുന്ന സ്മെല്ലിന് നമ്മുടെ നേഴ്സിനെ സൂത്തം ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. പകൽ പോലെ തന്നെ രാത്രിയിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഈ പ്ലാന്റ് നല്ലൊരു സ്ട്രെസ് ബൂസ്റ്ററാണ്. എയർ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സലൻ്റ് ഓപ്ഷനാണ് സ്പൈഡർ പ്ലാന്റ്. സ്പൈഡർ പ്ലാന്റ് എയറിൽ നിന്നും പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യുന്നു. രാത്രി കാലങ്ങളിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്ന സ്പൈഡർ പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. റബ്ബർ പ്ലാന്റ് റൂമിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്ത് എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി നീക്കുന്നതിനുള്ള കഴിവ് റബ്ബർ പ്ലാന്റിനുണ്ട്. നാച്ചുറൽ പ്യൂരിഫയറായ റബ്ബർ പ്ലാന്റ് ഒരു ഹെൽത്തിയർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അരേക്ക പാമ്പിന് ഗോൾഡൻ പാം, ബട്ടർഫ്ലൈ പാം, യെല്ലോ പാം ഇങ്ങനെ പല പേരുകളുണ്ട്. നമ്മുടെ വീടുകളിൽ നല്ലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്ന അരേക്ക പാം രാത്രി കാലങ്ങളിലും ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഈ പ്ലാന്റ് നമ്മുടെ നെർവസ് സിസ്റ്റം വളരെ ശാന്തമായിരിക്കുന്നതിന് സഹായിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.